യേശുക്രിസ്തുവിൽ ബഹുമാന്യരായ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ കൈകൾ എന്ന പഠന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഈ ദിവസങ്ങളിലായി അല്പം ഔട്ട്ഡോർ മിനിസ്ട്രികൾ, പരസ്യ പ്രവർത്തനങ്ങൾ, കവല ശുശ്രൂഷകൾ ഒക്കെ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്കുള്ള ചില ദിവസങ്ങൾ ഈ നിലയിൽ മുമ്പോട്ട് വരുവാൻ മെസ്സേജുമായി സാധിച്ചില്ല. എങ്കിലും ഇന്ന് ഞാൻ ആ പഠന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡ് നിങ്ങളെ ഓർപ്പിക്കുവാൻ ദൈവസ്ഥൽ ആഗ്രഹിക്കുകയാണ്. ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ വളരെ വ്യക്തതയോടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കുന്തം പിടിച്ച കൈകൾ എന്നുള്ള വിഷയമാണ്. കുന്തം പിടിച്ച കൈകൾ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അതെന്തോ കൈകളാ? യോശുവയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ യഹോവ യോശുവയോട് നിന്റെ കയ്യിലുള്ള കുന്തം ഹായി പട്ടണത്തിന് നേരെ നീ പിടിക്കുക എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ ജാതി അവര് ഈ കനാൻ ദേശം പിടിച്ചെടുക്കുന്നതിന് തൊട്ട് മുമ്പ് വലിയൊരു പ്രതിരോധത്തിൽ, അതായത് വലിയൊരു പ്രശ്നത്തിലകപ്പെട്ടു. വളരെ ശൂരന്മാരായ ആളുകൾ പാർത്തു വന്ന ഈ എരിഹോ പട്ടണത്തെ വാസ്തവത്തിൽ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് എരിഹോ പട്ടണം പിടിച്ചെടുക്കാൻ ദൈവം അവരോട് കൽപ്പിച്ചു. മോശ പിസ്കയിൽ വെച്ച് അദ്ദേഹം ദൈവത്തോട് ചേർക്കപ്പെട്ടു. അതിനുശേഷം യോശുവയാണ് ഇസ്രായേലിനെ നടത്തുന്ന പരിപാലന ശുശ്രൂഷ ഏറ്റെടുത്തത്. അങ്ങനെ അവർ മുമ്പോട്ട് പോകുമ്പോൾ ഈ എരിഹോ പട്ടണത്തിന് നേരെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ചെടുക്കാനുള്ള വലിയ നിയോഗമാണ് ദൈവം നൽകിയത്. നമുക്കറിയാം, അതിനുവേണ്ടി ദൈവം പറഞ്ഞു, ആ എരിഹോ പട്ടണത്തെ പിടിച്ചെടുക്കാൻ അതിനെ ദൈവം ചെയ്ത മാർഗം, പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം ഈ ജനം കാഹളം ഒതുക്കൊണ്ട് നടക്കുക. അപ്പൊ പട്ടണത്തിന്റെ വൻമതിൽ ഇടിഞ്ഞു വീഴും. ആ പട്ടണത്തെ കൊള്ള ചെയ്യാം, ആ പട്ടണത്തെ കൈവശമാക്കാന്ന് പറഞ്ഞു. അങ്ങനെ എരിഹോവിൽ വലിയ ഒരു വിജയം ഇസ്രായേലിനുണ്ടായി. ആ വിജയത്തിന്റെ മറവിൽ നമ്മൾ വായിക്കുന്നത്, ഹായ് പട്ടണക്കാരൻ നേരെ ഇസ്രായേൽ ചെന്നു. ഹായ് പട്ടണക്കാരൻ നേരെ ഇസ്രായേൽ ചെന്നിട്ട് ഈ എരിഹോവിലെ വിജയം വാസ്തവത്തിലേക്ക് കൈമുതലാക്കി ഈ എരിഹോവിൽ ജയിച്ചതുകൊണ്ട് ഹായ് അനായാസനെ പിടിക്കാം എന്നവർ ചിന്തിച്ചു. പക്ഷെ അവരുടെ മുമ്പാകെ, ഹായ് പട്ടണക്കാരുടെ മുമ്പാകെ ഇസ്രായേൽ തോറ്റു. അവർ വളരെ നിരാശരായി മാറി. അവരുടെ നായകനായിരുന്ന യോശുവയ്ക്കും അത് ദുഃഖത്തിന് കാരണമായി. നമ്മൾക്ക് ഒരു ചിന്ത ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാസ്റ്റ് വിക്ടറി ഈസ് നോ ഗ്യാരണ്ടി ഫോർ ഫ്യൂച്ചർ സക്സസ്. അതായത് ഗതകാല ജീവിതത്തിന്റെ വിജയം ഒരിക്കലും ഭാവികാല വിജയത്തിന്റെ ഗ്യാരണ്ടി അല്ല. കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ജയിച്ചു. കഴിഞ്ഞ 2024 പാപങ്ങളിൽ പലതും വീണുപോകാൻ സാധ്യതയുണ്ടായിരുന്നു. നിങ്ങൾ അതിനെ അതിജീവിച്ചു. അങ്ങനെ അതിജീവിച്ചത് കൊണ്ട് 2025 ഞാൻ പാപങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കും എന്നൊരിക്കലും അഹങ്കരിക്കരുത്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളുണ്ടായ വിജയങ്ങൾ വരുംകാലങ്ങളിലെ വിജയത്തിന്റെ നാന്ദിയല്ല, അതിന്റെ ഗ്യാരണ്ടിയല്ല, ഉറപ്പല്ല. അതാത് സമയത്ത് നാം പാപത്തിന്മേൽ ജയം പ്രാപിക്കുവാൻ, ശത്രുവിന്മേൽ ജയം പ്രാപിക്കുവാൻ, ക്രിസ്തീയ ജീവിതത്തിൽ ജയാളികളായി മുന്നേറുവാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. യഹോവ യോശുവയോട് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, അവർ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു, അവർ ശപഥാർപ്പിത വസ്തു എടുത്തിരിക്കുന്നു പറഞ്ഞു. എന്താണ് ഈ എരിഹോവിൽ ഇവിടെ ഹായ് പട്ടണത്തിന് നേരെ ഇസ്രായേൽ തോറ്റുപോകാൻ കാരണം അറിയാമോ? ഈ ഇസ്രായേലിന്റെ മധ്യത്തിൽ തന്നെ ചില കള്ളന്മാരുണ്ടായിരുന്നു. ഇന്ന് ആത്മീയ ലോകത്ത് ധാരാളം കള്ളന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്നെ ആളിൽ കുറ്റം പിടിക്കും. എന്താ ഈ കള്ളന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനം പറഞ്ഞില്ലാത്തതും പരിശുദ്ധാത്മാവ് ചിന്തിച്ചില്ലാത്തതും ദൈവം ആലോചിച്ചില്ലാത്തതുമായ കാര്യങ്ങളെല്ലാം കർത്താവായ ദൈവം എന്നോട് പറഞ്ഞു, കർത്താവ് എനിക്ക് കാണിച്ചു തന്നു, കർത്താവിന്റെ ആത്മാവ് എന്നോട് ഇതിങ്ങനെ പറയുക എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാക്കുകളുമായി ജനത്തെ തിരിച്ചു കളയുന്ന, ഇങ്ങനെയുള്ള വ്യാജന്മാരുടെ വാക്കുകൾ കേട്ടു കൈയടിക്കുന്ന പോഷന്മാരായ ധാരാളം ആളുകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇസ്രായേലിനെ തോറ്റുപോകാൻ കാരണം, ഹായിൽ തോറ്റുപോകുവാൻ, ദയനീയമായി പരാജയപ്പെടാൻ കാരണം എന്താണെന്ന് ദൈവം അവരോട് പറഞ്ഞു. എന്താ കാരണം? ഹായിൽ വെച്ച് സംഭവിച്ചത് ഇസ്രായേൽ, അതായത് ഈ ശപഥാർപ്പിത വസ്തു മോഷ്ടിച്ച ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരുവനാണ് ആഖാൻ.
ആഖാൻ എന്ന് പറയുന്ന ആളാണ് ശവദാർപ്പിത വസ്തു മോഷ്ടിച്ചത്. അപ്പൊ ഇസ്രായേൽ പാളയത്തിൽ തന്നെ കള്ളന്മാരുണ്ടായിരുന്നു എന്നാണ് എന്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കർത്താവിനെ കൂടുതൽ പ്രസംഗിക്കുകയും ദൈവത്തിന്റെ വചനത്തെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ കള്ളന്മാരുണ്ട്. മറ്റുള്ള ആളുകളുടെ വസ്തുക്കൾ, പണങ്ങളൊക്കെ അപഹരിക്കുന്ന ആളുകൾ, ജോലിസ്ഥലങ്ങളിൽ നല്ല ട്രഷറിയിലൊക്കെ ജോലി കിട്ടിയാൽ അവിടുന്ന് കൈയിട്ട് വാരുന്ന ആളുകൾ, അവരുടെ വസ്തുക്കൾ തന്ത്രപരമായി കൈവശപ്പെടുന്ന ആളുകൾ, എന്നിട്ട് അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക, മഹാന്മാരായി ജീവിക്കുക. അവരൊക്കെ ഞായറാഴ്ച വന്ന് പ്രബോധിപ്പിക്കുകയും ശക്തമായി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഇവരുടെ പ്രസംഗം നമ്മൾ വിലയിരുത്തേണ്ടത് ഇവൻ കള്ളനായിരുന്നോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നോക്കണം. ഏതായാലും ഇസ്രായേൽ ശവദാർപ്പിത വസ്തു അപഹരിച്ചിരിക്കുന്നു, ആകയാൽ അവരുടെ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു എന്നാണ് യോശുവയോട് ദൈവം പറഞ്ഞത്. അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടത്തില് ദ്രവ്യാഗ്രഹിയായ ആഖാൻ എന്ന് പറയുന്നവരുണ്ടായിരുന്നു. യോശുവ ജനത്തെ കൊണ്ട് ശപഥം ചെയ്യിച്ചിരുന്നു, ഈ യുദ്ധം തീരുവോളം ഒരു മനുഷ്യനും എന്ത് ചെയ്യരുത്, യാതൊരു ആഹാരവും കഴിക്കരുത്, അവർ ഈ ശപഥാർപ്പിത വസ്തുക്കളിൽ യാതൊരു വകയും കൈകൊണ്ട് തൊടരുത്, അത് എടുക്കരുത്, അപഹരിക്കരുത്. പക്ഷേ നാം വായിക്കുന്നത് ആഖാൻ എന്ന് പറയുന്ന കള്ളൻ, അതായത് ഇവൻ ഇസ്രായേൽപ്പെട്ട ആളാണ്, അവന് ഈ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ കൂട്ടത്തിലുള്ളവരാണ്, പടയിൽ പോരാടിയായി നിൽക്കുന്നവനാണ്, ഇസ്രായേലിന്റെ വാഗ്ദേശത്ത് പ്രവേശിക്കുന്നവരാണ്. അപ്പൊ ഈ പെരുങ്കള്ളൻ എന്ത് ചെയ്തു? പെരുങ്കള്ളൻ കുറെ സ്വർണവും അതായത് വെള്ളിയും, ഒരു ശെക്കൽ നമ്മൾ വായിക്കുന്നു, അദ്ദേഹം സ്വർണവും വെള്ളിയും കണ്ട് മോഷിച്ചു. ഒരു ബാബിലോനിയ മേലങ്കി, കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ വിചിത്രമായ ഇതിന് മേലങ്കി, 3 വസ്തുക്കളാണ് മോഷിച്ചത്. അങ്ങനെ മോഷിച്ചിട്ട് നാം വായിക്കുന്നു, ഈ പൊന്നും വെള്ളിയും മേലങ്കിയുമായി ഇവൻ തന്റെ കൂടാരത്തിലേക്ക് പോയി. യുദ്ധം നടക്കുകയാണ്, യുദ്ധത്തിനായി ജനം ഒരുങ്ങുകയാണ്. പക്ഷെ ഇവൻ മോഷിച്ച വസ്തുക്കളുമായി താൻ പാർത്തു വന്ന കൂടാരത്തിന്റെ അകത്ത് നിന്നിട്ട് കൂടാരത്തിന്റെ തലമാന്തി അതിന്റെ ഏറ്റവും അടിയിൽ വിലപിടിപ്പുള്ള സ്വർണവും, അതിന്റെ മേളിൽ അതിനേക്കാൾ വില കുറഞ്ഞ വെള്ളിയും, അതിന്റെ മേളിൽ ഒരു മോഷിച്ച മേലങ്കിയും, അത് മൂടി, ഈ കുഴി അങ്ങ് മൂടി അതിന്റെ മണ്ടയ്ക്ക് കിടന്നാണ് ഇവന് ഞാനും എന്ത് ചെയ്യും, പിന്നെ ഈ ദൈവത്തിന് സ്തോത്രം ചെയ്തിരുവീൻ, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് പാട്ട് കൈയടിച്ചു പാടി ഇങ്ങനെ ഇരുന്നത്. നോക്കണോ, ഏതായാലും ഈ ശബ്ദ വസ്തു മോഷിച്ച ഈ കള്ളൻ നിമിത്തം ഇസ്രായേല് ഹായ്പെട്ടത് തോൽക്കുവാൻ ഇടയായി തീർന്നു. എന്താണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരിൽ പറയുന്നത്? അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനായി പുളിപ്പിക്കുന്നു. ദൈവസഭയിൽ ഒരു ഭാവി ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാത്ത, കർത്താവിനെ ബഹുമാനിക്കാത്ത, ദൈവവചനം ശരിയായി അനുസരിക്കുന്നവനാണ് ദൈവസഭയിൽ യോഗ്യനെന്ന് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളുകളെ ദ്വേഷിക്കുന്ന ഈ ഇതുപോലെയുള്ള ആക്കാനെ പോലുള്ള പെരും കള്ളന്മാർ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇവരെങ്ങനെയാണെന്നറിയാമോ? ഇവര് മോഷണ വസ്തുക്കളിലെ ഏറ്റവും വില കൂടിയ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണരുത്, അതിനേക്കാൾ വില കുറഞ്ഞത് അതിന്റെ മുകളില്, എന്നിട്ട് ഇതിന്റെ മുകളില് ബാബിലോന്യ മേലങ്കിയൊക്കെ ചുറ്റി എന്ന് പറഞ്ഞാൽ ശുഭ്ര വസ്ത്രമൊക്കെ ധരിച്ച്, വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്, നല്ല സുന്ദര സുമുഖന്മാരായി അല്ലെങ്കിൽ സുമുഖിമാരായി ദൈവത്തെ ആരാധിപ്പാൻ വന്ന് ഞാനും സുഖേന വാഴുന്നു പരമേശ എന്നുള്ള പാട്ടുമൊക്കെ പാടുമ്പോൾ എന്ത് ചെയ്യണം? മനസ്സിലായിക്കൊണ്ട് ഇവന്റെ ആഴത്തിൽ മോഷിച്ചത് ജനങ്ങൾ നിലവിളിക്കുന്നുണ്ട്. അതാണ് ജീവിതത്തിലെ വിജയത്തിന് അഗാധമായി നിൽക്കുന്നത്. തുരതുരെ തോറ്റുപോകാൻ കാരണം പ്രത്യേകം മനസ്സിലാക്കുമ്പോൾ യോശുവയുടെ ദൈവം പറഞ്ഞു, ഇസ്രായേൽ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു, ശപഥാർപ്പിത വസ്തു മോഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാലോ, ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ ഇസ്രായേൽ തോറ്റു തുന്നം പാടുവാൻ ഈ മോഷണം, ഈ നിയമലംഘനം ഹേതുവായി. ക്രിസ്തീയ ജീവിതത്തില് പല കുടുംബങ്ങളും, പല വ്യക്തികളും, പല വിശ്വാസികളും, പല സഭകളും ദൈവസന്നിധിയിൽ തോറ്റ് തുന്നം പാടി ദൈവസന്നിധി ജയാളികളായി ജീവിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണത്തിൽ ഒന്ന് എന്താണ്? ശപഥാർപ്പിത വസ്തുവിന്റെ അപകരണം എന്ന് പറഞ്ഞാൽ ദൈവം വിലക്കിയതിനെ കൈക്കലാക്കുക. നീ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യുക? നീ അത് ഈ നിലയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനെ പ്രവർത്തിക്കുക. അങ്ങനെ ഏതായാലും ചെയ്തു. ഒരുവൻ ചെയ്യും പാപകർമ്മത്തിന് ഫലം പരക്കെയുള്ള മഹാജനങ്ങൾക്കെല്ലാം എന്നാണല്ലോ നമ്മൾ സാധാരണയായി കേൾക്കുന്നത്. ഇസ്രായേൽ ജനത സംഭവിച്ചെങ്ങനെയാണ്? യോശുവയുടെ കൽപ്പന പ്രകാരം ആഖാനെ അവരുടെ സകലത്തെയും ആക്കോർ താഴ്വരയിൽ കൊണ്ടുവന്ന് അവനെ കല്ലെറിഞ്ഞ് അവിടെ ഇട്ട് തീ വെച്ച് ചുട്ടുകളഞ്ഞു. അങ്ങനെ ദൈവകോപം ഇസ്രായേലിന് മാറ്റി എന്ന് പറയുന്നു. പക്ഷേ ആ കാലത്തെ കള്ളന്മാരും ഈ കാലത്തെ കള്ളന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അതുപോലെ അനുസരിക്കാത്ത കള്ളന്മാരെ കൊണ്ടുവന്ന് നേരെ കാക്കോർ താഴ്വരയിൽ നിർത്തി കല്ലെറിഞ്ഞ് അത് കൽക്കൂമ്പാരമാക്കി ബാക്കിയുള്ളതിനെ തീ വെച്ച് ചുട്ടുകളയാൻ ദൈവം കൽപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന നട്ടലുള്ള നേതാക്കന്മാരും അത് കണ്ട് ഭയപ്പെട്ടു പോകുന്ന ജനവും ഉണ്ടായിരുന്നു. ഇന്നത്തെ കള്ളന്മാർ അങ്ങനെയല്ല. ഈ കള്ളന്മാരെന്നറിയാവൂ, ഈ സ്വർണവും മോഷ്ടിക്കും, വെള്ളിയും മോഷ്ടിക്കും, ബാബിലോണിന്റെ മേലേക്ക് ചുറ്റിക്കൊണ്ട് വന്ന ശേഷം നമ്മൾ പരിശുദ്ധന്മാരാണ്, വിശുദ്ധന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യും.
ശക്തിയേറിയ പ്രബോധനമൊക്കെ പറഞ്ഞ് അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. ഇസ്രായേൽ തോറ്റ് തുന്നം പാടിക്കൊണ്ടും ഇരിക്കും. അങ്ങനെ ചെയ്ത ശേഷം നമ്മൾ വായിക്കുന്നു, ആഖാന്റെ മേൽ കല്ലെറിഞ്ഞ് ഇസ്രായേലിന് ദൈവകോപം മാറ്റിയ ശേഷം ദൈവം യോശുവോട് പറഞ്ഞു, നീ എന്ത് ചെയ്യാ, നീ തെരഞ്ഞെടുക്കപ്പെട്ട 30,000 ആളുകളുമായി ഹായി പട്ടണത്തിന് നേരെ ചെല്ലുക. തെരഞ്ഞെടുക്കപ്പെട്ട 30,000 ആളുകൾ എല്ലാം കൂടെ ഒന്നിച്ചു പോയി യുദ്ധം ചെയ്യുകയല്ല. ദൈവസഭയ്ക്കും ദൈവം അതിന്റെ വിജയകരമായ നടത്തിപ്പിനും നിലനിൽപ്പിനും വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ചില ശുശ്രൂഷകളെയും സ്ഥാനങ്ങളെയും ഉണ്ട്. അപ്പൊ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനവുമായി നീ ചെയ്യണം, ഹായ് പട്ടണത്തിന് നേരെ ചെല്ലണം. അങ്ങനെ അവൻ 30,000 പേരോടി ഹായ് പട്ടണത്തിലേക്ക് പോയി. അപ്പൊ യോശുവയോട് യഹോവ ഇപ്രകാരം പറഞ്ഞു, നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക എന്ന് പറഞ്ഞാൽ, നിന്റെ കയ്യിലുള്ള കുന്തം ഹായിയുടെ നേരെ നീട്ടുക, അത് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് ദൈവം പറഞ്ഞു. യോശുവയുടെ കയ്യിൽ ഒരു കുന്തമുണ്ട്. നമുക്കറിയാമല്ലോ, ഒരഗ്രം കൂർത്തുമുനത്ത വജ്രായുധം പോലൊരു ആയുധമാണ് കുന്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ കുത്തേൽക്കുന്നവൻ ഒരിക്കലും ജീവിക്കുകയില്ല. അപ്പൊ ഏന്തുക എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നർത്ഥം. അപ്പൊ ആദ്യകാലങ്ങളിൽ ശത്രുക്കളിൽ നിന്നും ദുഷ്ടമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കി പ്രയോഗിച്ചിരുന്ന ഒരു ആയുധമാണ് ഈ കുന്തം എന്ന് പറയുന്നത്. ഫെലിസ്ത്യ മലനായ ഗോലിയാത്തിന്റെ കയ്യിൽ ഒരു വലിയ കുന്തം ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പല ആളുകളെ കുറിച്ചും നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. ഏതായാലും എന്ത് ചെയ്തു, യോശുവ തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം ഹായ് പട്ടണത്തിന് നേരെ നീട്ടി. അത് എഴുതില്ല, കുന്തം നീട്ടാനാ പറഞ്ഞത്. അങ്ങനെ നീട്ടിയാൽ നീയും ഞാൻ ആ പട്ടണത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ദൈവം അവർ പറഞ്ഞു. അപ്പൊ വാസ്തവത്തില് യഹോവയുടെ അരുളപ്പാടനുസരിച്ച് അതനുസരിച്ചുകൊണ്ട് യോശുവ തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം ഈ ഹായ് പട്ടണത്തിന് നേരെ പിടിച്ചു. അതിനെ തീ വെച്ച് ജനം എന്ത് ചെയ്തു, 30,000 പടയാളികളായ ഇസ്രായേലിയർ അതിലേക്ക് പ്രവേശിച്ച് അതിനെ തീ വെച്ച് ആ പട്ടണത്തെ തീ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ പട്ടണം തീ കത്തുന്ന കട്ടന്റെ പുക മേലോട്ട് ഉയർന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഹായ് നിവാസികളെല്ലാവരും ഭയപ്പെട്ട് അവര് എന്ത് ചെയ്തു, അവിടുന്ന് ഓടി ഇസ്രായേലിയുടെ പതിവുകാരെയും നിർത്തി ഹായ് രാജാവിനെ യോശുവയും യോശുവയുടെ ജനം കൂടെ ജീവനോടെ പിടിച്ച് യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നത് വായിക്കുന്നു. ഇസ്രായേൽ ഹായ് നിവാസികളായ ശത്രുക്കളെ ജയിപ്പാനുള്ള കാരണം എന്താണെന്നറിയാമോ? യഹോവയുടെ കൽപ്പന പ്രകാരം യോശുവ തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം ആ പട്ടണത്തിന് നേരെ നീട്ടിയെന്നുള്ളതാണ്. 1000 ഞായറാഴ്ചകൾ ചർവണം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചാലും 10,000 സമരസങ്ങൾ സഭകൾ നടത്തിയാലും 20,000 ശുശ്രൂഷകന്മാരെ ആനയിച്ചാലും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ കുന്തം കയ്യിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ ആ കുന്തം കൊണ്ട് യാതൊരു കുന്തവും സംഭവിക്കുകയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് കുന്തം പട്ടണത്തിന് നേരെ നീ നീട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തെ അനുസരിച്ചുകൊണ്ട് കുന്തം കയ്യിൽ പിടിച്ചു നീട്ടാൻ കഴിയണം. അല്ല, കുന്തം കയ്യിൽ നിന്നുകൊണ്ട് വചനത്തെ അനുസരിക്കാൻ കഴിഞ്ഞാൽ വല്ലവനെയും കുത്താൻ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. അതറിയാമോ? പല സഭകളുടെ ശാപം എന്ന് അറിയാമോ? ഒന്നാമത്തെ ശുശ്രൂഷ കഴിഞ്ഞ് രണ്ടാം ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ കയ്യിലുള്ള പകയുടെയും വിദ്വേഷത്തിന്റെയും വിരോധത്തിന്റെയും വ്യക്തിവൈരാഗ്യത്തിന്റെയും കുന്തമെടുത്ത് ഈ നിരപരാധികളുടെ നേരെ നെഞ്ചത്തോട്ട് ചാന്തു. അങ്ങനെ ചാന്തതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കുന്തവനെ ഏറ്റ് മുറിവേറ്റ് ആകാതിരിക്കാൻ അല്പം ഈ കുന്തത്തെ ഭയമുള്ള ആളുകൾ അവര് എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിഞ്ഞു മാറി എന്ന് പോകും. കാരണം അറിയാമോ, ഈ കുന്തം കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളുകൾ ആരാണ്? വക്രന്മാരാണ്. ഈ ശവദാർപ്പിത വസ്തുക്കൾ മോഷിച്ചവരാണ്. അത് മോഷിച്ച ശേഷം ബാബിലോന്യ മേലയ്ക്ക് കൊണ്ട് മിനുങ്ങി നടക്കുന്ന ആളുകളാണ്. അവരായി കുന്തം കൈവച്ചേക്കുന്നത്. അപ്പൊ ദൈവം പറഞ്ഞു, അവൻ കുന്തം പിടിക്കാൻ പറ്റുകയില്ല. എന്ത് ചെയ്യണം? കുന്തം വിശുദ്ധ കരങ്ങളിൽ പിടിക്കണം. അതായത് യോശുവ തന്നെ കുന്തം പിടിക്കണം. 30,000 സോൾജിയേഴ്സ് വന്നതില് യോശുവയോട് മാത്രമാണ് ദൈവം പറഞ്ഞു, നീ ചെയ്യണം, ഈ കുന്തമെടുത്ത് ഈ പട്ടണത്തിന് നേരെ നീട്ടിപ്പിടിക്കണം. ചെയ്യേം വേണ്ട, നീട്ടിപ്പിടിച്ചു കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ പട്ടണത്തിലെ നിവാസികളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ കുന്തം പിടിച്ചിരിക്കുന്ന കരങ്ങൾ വിശുദ്ധമാണെങ്കിൽ അതുകൊണ്ട് ചെയ്യണ്ട, ഇങ്ങനെ പിടിച്ചാൽ മതി. പിടിച്ചു കഴിയുമ്പോൾ ദൈവം പറയും, പട്ടണവാസികൾ മേൽ ഭീതി വരുത്തും. ആ പട്ടണം എന്ത് ചെയ്യും? അത് പിടിക്കപ്പെടും. അവർ നിവാസികൾ ഓടിപ്പോകും. ഇവിടെ നമ്മൾ വായിക്കുന്ന നിനക്കെതിരായ ശത്രുക്കൾ തലപൊക്കിയെന്ന് വരാം. പ്രിയ വിശ്വാസിയെ മനസ്സിലാക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമുക്ക് വിരോധമായി ശത്രുക്കൾ തലയുയർത്തിയെന്ന് വരാം. നിന്റെ കയ്യിൽ കുന്തമില്ലായിരിക്കാം. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കുന്തവുമില്ല. നമുക്കാരും കുന്തമില്ലല്ലോ. ഈ പാവപ്പെട്ട എന്റെയൊന്നും കയ്യിലൊരു കുന്തവുമില്ല. ആ പാടെ ഉള്ളത് ദൈവവചനമാണ്. ദൈവവചനമാകുന്ന കുന്തം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ പ്രാർത്ഥനയാകുന്ന കുന്തവും. അപ്പം നമുക്ക് യുദ്ധം ചെയ്യാൻ ആയുധമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നിരായുധരായി നിൽക്കുകയായിരിക്കാം. എന്നാൽ അങ്ങനെ ദൈവം നമ്മുടെ കയ്യിലൊരു കുന്തം തന്നിട്ടുണ്ട്. എന്നറിയാമോ? വിശുദ്ധന്മാരുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന കുന്തം വിശുദ്ധ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ കരങ്ങളാൽ ദൈവസ്ഥൽ ഉയർത്തുമ്പോൾ ശത്രു താളടിയാകും, അവൻ പരാജയപ്പെടും, മഹാഭീതി അനർത്ഥം അവന്റെ മേൽ ദൈവം വരുത്തും.
മാത്രമല്ല ശത്രു പരാജയപ്പെട്ട് ഓടിപ്പോകും. അത് നാം ഭയപ്പെടുന്ന ശത്രുവിന്റെ അവകാശം നമ്മുടെ അവകാശമായി തീരും. അപ്പോൾ സ്വർഗം എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഞാൻ എന്റെ വാക്കോട് നിർത്തുന്നു. വിശുദ്ധന്മാരുടെ കൈകൾ എന്ന പഠന പരമ്പരയിൽ കുന്തമേന്തിയ കൈ എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. യോശുവയുടെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു, വിജയത്തിന്റെ കുന്തം, പ്രാർത്ഥനയുടെ കുന്തം, ദൈവകൽപ്പനയെ അനുസരിക്കുന്ന കുന്തം, കർത്താവിന്റെ പ്രസാദകരമായ നിലയിൽ പ്രവർത്തിക്കുന്ന കുന്തം, ദൈവം വിലക്കിയതിനെ വേണ്ട എന്നും അശുദ്ധമെന്നും പറയുന്ന കുന്തം. ആ കുന്തം നേരെ പട്ടണത്തിന് നീട്ടി പട്ടണം താളടിയായി. പ്രിയമുള്ളവരെ, നമുക്ക് വിരോധമായി ഉദിക്കുന്ന എല്ലാ ശത്രുതകളും, എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ ദോഷങ്ങളും ശത്രുവിന് നേരെ ഉയർത്തപ്പെടുന്ന ഈ കുന്തത്തിന്റെ മുമ്പാകെ ശത്രു താളടിയാകും. നാം ആവർത്തന പുസ്തകം 33 വായിക്കുന്നത്, ഇസ്രായേലേ നീ ഭാഗ്യവാൻ എന്ന് ദൈവം പറയും. ഒരൊറ്റ കള്ളൻ നിമിത്തം ഇസ്രായേൽ പാളയം ദയനീയമായി ഹായ് പട്ടണത്തിൽ പരാജയപ്പെട്ടു. കർത്താവ് പൗലോസ് പറയുന്നു, അസാര പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. ഒരു കള്ളൻ ഒരാത്മീയ കൂടിയവരുണ്ടെങ്കിൽ, ഒരശുദ്ധൻ ഒരാത്മീയ കൂടിയവരുണ്ടെങ്കിൽ, ഒരു ദൈവവചനത്തെ അനുസരിക്കാത്ത ലംഘനക്കാൻ ഒരാത്മീയ കൂടിയവരുണ്ടെങ്കിൽ, അവൻ എത്രമാത്രം നേതൃത്വം നൽകിയാലും ശുശ്രൂഷ ചെയ്താലും ആ ശുശ്രൂഷ കൊണ്ട് 4 കാശിന്റെ പ്രയോജനം ഉണ്ടാകുകയില്ല എന്ന് ഈ 2024 ഏറ്റവും ഒടുവിലത്തെ ദിവസവും ഞാൻ അത് തന്നെ പറയുന്നു. പറയാൻ തുടങ്ങിയ കാലം മുതൽ തന്നെയാണ് പറയുന്നത്. ഇനി ഇപ്പോഴും പറയുന്നു, ഭാവിയിൽ ദൈവം അനുവദിച്ചാൽ ആ കാലം മുഴുവനും അങ്ങനെ തന്നെ പറയുന്നു. ദൈവത്തോടും ദൈവത്തോടും ചേർന്ന് നിന്ന് കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരോടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതെന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. അപ്രകാരം നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ പ്രാർത്ഥനയാകുന്ന കുന്തം ശത്രുവിന് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജയാളികളായി നമുക്ക് മുന്നേറുവാൻ സ്വർഗം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.